നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമായാലോ. ആ, ഉമ്മ എന്നീ രണ്ടക്ഷരമല്ലോ സമ്മേളിക്കുന്നീ അമ്മ എന്ന പദത്തിൽ. ആ, ഇമ്മ എന്നീ രണ്ടക്ഷരമല്ലോ സമ്മേളിക്കുന്നീ അമ്മ എന്ന പദത്തിൽ. അമ്മ തൻ മഹാത്മ്യം വർണ്ണിച്ചിടാൻ ആ ഇമ്മ എന്നീ രണ്ടക്ഷരം പോരാ. അമ്മ തൻ മഹാത്മ്യം വർണ്ണിച്ചിടാൻ ആ ഇമ്മ എന്നീ രണ്ടക്ഷരം പോരാ. കുടുംബത്തിൻ്റെ നാഥനാകും അച്ഛൻ്റെ മഹത്വവും അവർണ്ണനീയം. കുടുംബത്തിൻ്റെ നാഥനാകും അച്ഛൻ്റെ മഹത്വവും അവർണ്ണനീയം. അന്തിമയങ്ങിയ നേരത്ത് സന്ധ്യാനാമം ചൊല്ലാനായി. അന്തിമയങ്ങിയ നേരത്ത് സന്ധ്യാനാമം ചൊല്ലാനായി. അപ്പൂപ്പനോടും അമ്മുമ്മയോടും അച്ഛനോടും അമ്മയോടും ഒപ്പം ചേർന്നിടാം. അന്തിമയങ്ങിയ നേരത്ത് സന്ധ്യാനാമം ചൊല്ലാനായി. അപ്പൂപ്പനോടും അമ്മുമ്മയോടും അച്ഛനോടും അമ്മയോടും ഒപ്പം ചേർന്നിടാം. നമുക്ക് ഒപ്പം ചേർന്നിടാം. അതിരുകളില്ലാത്ത സ്നേഹം നൽകുന്നോർ അച്ഛനും അമ്മയും. അതിരുകളില്ലാത്ത സ്നേഹം നൽകുന്നോർ അച്ഛനും അമ്മയും. അപ്പൂപ്പനോടൊപ്പം ആടിക്കളിക്കാം, അമ്മുമ്മയോടൊപ്പം കഥകൾ കേട്ടിടാം. അപ്പൂപ്പനോടൊപ്പം ആടിക്കളിക്കാം, അമ്മുമ്മയോടൊപ്പം കഥകൾ കേട്ടിടാം. അമ്മായി ചുട്ട അട കഴിച്ചിടാം, അമ്മാവനുപദേശങ്ങൾ അനുസരിച്ചിടാം കൂട്ടുകാരെ. അമ്മായി ചുട്ട അട കഴിച്ചിടാം, അമ്മാവനുപദേശങ്ങൾ അനുസരിച്ചിടാം കൂട്ടുകാരെ. ആൽ അത്തി അയണിമരങ്ങളിൽ ചാടിക്കളിക്കുന്ന അണ്ണാറക്കണ്ണനെ കണ്ടാസ്വദിച്ചിടാം. ആൽ അത്തി അയണിമരങ്ങളിൽ ചാടിക്കളിക്കുന്ന അണ്ണാറക്കണ്ണനെ കണ്ടാസ്വദിച്ചിടാം. അതിരാവിലെ ആഹാരത്തിന് അടുക്കളയിൽ അടുപ്പത്ത് വെച്ച് അപ്പവും അടയും അവലും വിളയിക്കാം. അതിരാവിലെ ആഹാരത്തിനായി അടുക്കളയിൽ അടുപ്പത്ത് വെച്ച് അപ്പവും അടയും അവലും വിളയിക്കാം. വെള്ളം കെട്ടി നിർത്തിയിടുന്ന അണക്കെട്ടിനഴക് അവിസ്മരണീയമല്ലോ. വെള്ളം കെട്ടി നിർത്തിയിടുന്ന അണക്കെട്ടിനഴക് അവിസ്മരണീയമല്ലോ. അട്ടകളെയും മരണകളെയും അടിച്ചോടിക്കാൻ മണ്ണെണ്ണ. അട്ടകളെയും മരണകളെയും അടിച്ചോടിക്കാൻ മണ്ണെണ്ണ നമുക്ക് ഉപയോഗിച്ചിടാം. അത്തം നാളിൽ അരയാലിൻ ചോട്ടിൽ അത്തപ്പൂക്കളമൊരുക്കിയിടാം. അത്തം നാളിൽ അരയാലിൻ ചോട്ടിൽ അത്തപ്പൂക്കളമൊരുക്കിയിടാം. അകതാരിൽ വിരിയുന്ന ആശയങ്ങൾ അതരങ്ങളിൽ പുഞ്ചിരിയായി വിടരട്ടെ. അകതാരിൽ നിറയുന്ന ആശയങ്ങൾ അതരങ്ങളിൽ പുഞ്ചിരിയായി വിടരട്ടെ. അധ്യാപകരിലൂടെ അറിവ് നേടാം, അറിവിലൂടെ അവബോധം വരുത്താം. അധ്യാപകരിലൂടെ അറിവ് നേടാം, അറിവിലൂടെ അവബോധം വരുത്താം. അജ്ഞതയാകുന്ന അന്ധകാരത്തെ ആട്ടിപ്പായിച്ചിടാൻ അറിവിൻ ജാലകം തുറന്നിടാം. നമുക്ക് അറിവിൻ ജാലകം തുറന്നിടാം. അപ്പോൾ ഈ പാട്ട് എന്നുള്ള അക്ഷരം വെച്ചുള്ള പാട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അർത്ഥം, അമ്മ എന്ന പദത്തിൽ രണ്ടക്ഷരമാണുള്ളത്, ആയും മായും. മാ എന്ന് പറയുമ്പോൾ ഇമ്മ കൂട്ടക്ഷരം. അപ്പോൾ ആ രണ്ടക്ഷരം വച്ചിട്ട് അമ്മയുടെ മഹാത്മ്യം നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ കഴിയില്ല. അമ്മയെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് ആ രണ്ടക്ഷരം അതിന് തികയില്ല. അമ്മ എന്ന പദത്തിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിൻ്റെ നാഥനാണ് അച്ഛൻ. അപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നോക്കി നടത്തുന്ന അച്ഛനാണ്. അച്ഛനെ താങ്ങും തണലുമായി അമ്മ ഒപ്പം കൂടെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ എന്ന വാക്കിനും അച്ഛൻ്റെ മഹത്വവും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല, വിവരിക്കാൻ പറ്റാത്തതാണ്. അതാണ് അച്ഛനും അമ്മയും എന്നുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ അന്തി മയങ്ങുന്ന നേരത്ത്, അതായത് സന്ധ്യാസമയം, സന്ധ്യയാവുന്ന നേരത്ത്, അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യ, അത് മയങ്ങി തുടങ്ങുന്ന, സന്ധ്യ മാഞ്ഞു തുടങ്ങുന്ന നേരത്ത്. സന്ധ്യ നാം എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥന ഉണ്ടാകും അല്ലേ.
അപ്പോൾ ആ കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാവരോടും, അതായത് അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മയോടൊക്കെ ഒപ്പം ചേർന്ന് നമുക്കും ആ പ്രാർത്ഥനയിൽ ചേർന്നിടാം. അതുപോലെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം തരുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ, അച്ഛനും അമ്മയും. നമുക്ക് അപ്പനോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കളിക്കാം അല്ലേ? അപ്പനോടൊപ്പം ആന കളിക്കാം, ആടിക്കളിക്കാം, ചാടിക്കളിക്കാം, പാടിക്കളിക്കാം, പലതും നമുക്ക് കളിക്കാം. അതുപോലെ അമ്മുമ്മയോട് ചേർന്നിരുന്ന് അമ്മുമ്മയോടുള്ള കഥകൾ അമ്മുമ്മമാർ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അമ്മുമ്മയോടൊപ്പം നമുക്ക് കഥകൾ കേട്ട് രസിക്കാം. അമ്മായി ചുട്ട അട കഴിച്ചിടാം. അമ്മാവൻ തരുന്ന നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് കേട്ട് അത് അനുസരിക്കാം. അത് മാത്രമല്ല, അണ്ണാറക്കണ്ണൻ, മരങ്ങൾ തോറും ചാടി നടക്കുന്നതാണ് അണ്ണാറക്കണ്ണൻ. അപ്പോൾ അയണി, അത്തി, ആൽ വച്ചുള്ള പദങ്ങൾ ആയതുകൊണ്ടാണ് ഈ ഇതിട്ടത് കേട്ടോ. അപ്പോൾ ഈ മരങ്ങളിൽ ചാടി നടക്കുന്ന അണ്ണാറക്കണ്ണനെ നമുക്ക് കണ്ട് ആസ്വദിക്കാം, കണ്ട് നിന്ന് അതിന് നമുക്ക് എൻജോയ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് രാവിലെ കഴിക്കാനുള്ള ആഹാരം, നമ്മൾ ആഹാരമൊക്കെ തയ്യാറാക്കുന്ന അടുക്കളയിലാണല്ലോ. അടുപ്പിൽ വെച്ച് പാത്രത്തിലാക്കി അടുപ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. അപ്പോൾ അവലും അടയും അപ്പവും നമുക്ക് പാകം ചെയ്ത് കഴിക്കാം. അത് മാത്രമല്ല, വെള്ളം കെട്ടി നിർത്താനാണ് അണക്കെട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ അണക്കെട്ടിനെ കാണാൻ ഭയങ്കര, നമുക്കതിനെക്കുറിച്ച് വിവരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് അത് മറക്കാൻ പറ്റത്തില്ല, അല്ല അവിസ്മരണീയമാണ്. അത്രയ്ക്ക് മനോഹരമാണ് ആ ഒരു കാഴ്ച കാണാൻ, അണക്കെട്ട് കാണാൻ. അതുപോലെ നമ്മുടെ വീടിന് ചുറ്റും, വീടിനകത്തും മഴ സമയങ്ങളിൽ അട്ടകൾ വരാറുണ്ട് അല്ലേ? അട്ടകളും അരണകളൊക്കെ നമ്മുടെ മിക്ക വീടുകളിലും കാണാം. അപ്പോൾ അതിനെയൊക്കെ ഓട്ടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മണ്ണെണ്ണ ഉപയോഗിക്കാം. മണ്ണെണ്ണയിൽ പിടിച്ചിട്ടാൽ ചത്തുപോകും കേട്ടോ. അത്തം നാളിൽ നമ്മൾ അത്തപ്പൂ ഇടുന്നത്, അത്തം നാളിലാണ് അത്തപ്പൂ ഇടുന്നത്. അപ്പോൾ അത്തം നാളിൽ അരയാലിൻ ചോട്ടിൽ നമുക്ക് എന്തോന്നിടാം, അത്തപ്പൂ ഇടാം. അകതാരിൽ വിടരുന്ന അല്ലെങ്കിൽ അകതാരിൽ തെളിയുന്ന ആശയങ്ങൾ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഉരുത്തിരിയുന്ന ആശയങ്ങൾ നമ്മുടെ അധരങ്ങളിൽ പുഞ്ചിരിയായി വിടരട്ടെ. നമ്മുടെ അധരം പറഞ്ഞ ചുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ തെളിയുന്ന നല്ല ചിന്തകളാണെങ്കിൽ നമ്മുടെ മുഖത്തത് പ്രകാശിക്കും, നമ്മുടെ ചുണ്ടുകളിലത് കാണാൻ നമുക്ക് പ്രതിഫലിക്കാൻ അത് കഴിയും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ നമ്മുടെ അധരങ്ങളിൽ പുഞ്ചിരിയായിട്ട് വിടരട്ടെ. അധ്യാപകർ നമുക്ക് അറിവ് പകർന്നു തരുന്നവരാണ് അധ്യാപകർ. അപ്പോൾ അധ്യാപകർ പകർന്നു തരുന്ന അറിവ് നമുക്ക് അതിലൂടെ അവബോധവും വരണം അല്ലേ? അറിവും അവബോധവും അറിവിലൂടെ നമുക്ക് അവബോധം വരുത്താം. ഓരോതിനെക്കുറിച്ചുള്ള നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രം പോരാ, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണം, അറിയുകയും അതിലുള്ള അവബോധവും നമുക്ക് വേണം. അത് മാത്രമല്ല, അജ്ഞതയാകുന്ന അന്ധകാരത്തെ തുരത്തിയിടണമെങ്കിൽ നമുക്ക് അറിവ് വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അജ്ഞതയാകുന്ന അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരുട്ട്. അറിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ അതിന് അറിവ് വേണം, ഇതിലൂടെ മാത്രമേ നമുക്ക് ആ അന്ധകാരത്തെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അറിവിൻ്റെ ജാലകം തുറന്നിടാം. അതായത് അറിവ് നേടാനുള്ള ഒരു പ്രേരണ നമ്മൾ വരണം. അതിനാണ് നമുക്ക് വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അറിവിൻ്റെ വാതിൽ തുറന്നിടാം. നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കളക്ട് ചെയ്ത് അറിവ് ശേഖരിച്ച് അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ അത് പ്രയോഗിക്കണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ പാട്ട് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അഭിപ്രായം നിർദ്ദേശങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.